മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാടും കോഴിക്കോടും ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നു. 3 ദിവസം കൂടി വ്യാപക മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, എവിടെയൊക്കെയാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്? ധന്യ, ഇന്നത്തെ അലേർട്ടുകൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്നത് വയനാടും കോഴിക്കോടും ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ജില്ലകളിൽ വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വയനാട് വളരെ ശക്തമായ മഴയാണ് ഇതിനെ പെയ്ത്, പ്രത്യേകിച്ച് ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന ഒരു നാടാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അവിടെ ശക്തമായ മഴ, പ്രത്യേകിച്ച് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന കാര്യം തന്നെയാണ്. അത് മാത്രവുമല്ല, സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ഈ 3 ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസമായി മഴ തുടരുന്നത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. വരുന്ന ഒരു 3 ദിവസത്തേക്ക് കൂടി തന്നെ ഇത്തരത്തിൽ വ്യാപകമായി മഴ തുടരും. അതിനുശേഷമായിരിക്കും മഴ ഒന്ന് ശമിക്കുക. അത് മാത്രമല്ല, മഴയ്ക്ക് പിന്നാലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഒക്കെയുള്ള ഒരു സാധ്യതയും നിലവിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിലവിൽ റെഡ് മുന്നറിയിപ്പ്, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ധന്യ. ശരി സ്വാന്തന.